പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ക്യാമ്പത്തിൻ്റെ തൊട്ടടുത്തുള്ള പനയോലകൾ കൊണ്ട് മേഞ്ഞ ആ ചെറിയ കുടിലിലെ വല്ലാത്ത സന്തോഷത്തിലാണ് ഒരു യുവതി, സുന്ദരിയായ അമിന ബീവി റളിയല്ലാഹു അൻഹ. മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ടവനെ മാസങ്ങൾക്ക് മുമ്പ് യാത്ര പറഞ്ഞു പോകുമ്പോൾ തൻ്റെ ഉദരത്തിൽ സമ്മാനമായി നൽകിയ പ്രിയപ്പെട്ട പൊന്നുമോനെ നേരിൽ കാണാനുള്ള അവസരം സമയമായിരിക്കുന്നു. അല്ലാഹു തആല ആ വീടിന് ചുറ്റും ഹൂറിലീങ്ങളെയും മാലാഖമാരെയും സംവിധാനിച്ചിട്ടുണ്ട്. നേരത്തെ ഓരോ മാസങ്ങളിലും മുൻകഴിഞ്ഞു പോയ ഓരോ പ്രവാചകന്മാരും പ്രിയപ്പെട്ട ആമിനുമ്മാൻ്റെ സ്വപ്നത്തിൽ വന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്. ആമിനു വയറ്റിലുള്ളതേ ആരാന്നറിയോ? അന്ത്യപ്രവാചകനാകാൻ പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനാണ് എന്ന്. എന്തൊരു സന്തോഷമായി കാണൂല്ലേ? സാധാരണഗതിയിൽ 10 മാസം ഇങ്ങനെ പ്രസവം എടുക്കുമ്പോൾ തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും ഓരോ ഗർഭിണിമാരും. സുഖപ്രസവം എന്നാണ് പേറ്റുനോവിന് പറയാറുള്ളത്. മരണത്തോളം വേദന സഹിച്ച് പ്രസവിച്ചാലും പേര് സുഖപ്രസവം എന്നാണ്. എനിക്ക് തോന്നുന്നതേ, ലോകത്ത് ആ പേരിനോളം അർത്ഥവത്തായ ഒരു പ്രസവം നടന്നതേ ആ ചെറിയ കൂരക്കുള്ളിലായിരിക്കും. സുഖപ്രസവമായിരുന്നു. ആമിനും അറിഞ്ഞതേ ഇല്ല. പ്രസവിച്ചു കഴിഞ്ഞപ്പോഴോ ഓമനത്തും തുളുമ്പുന്ന പാൽനിലാവ് പോലും തോറ്റുപോകുന്ന സുന്ദരനായ ഒരു കുഞ്ഞുമോൻ. പൊന്നുമോൻ ജനിച്ചതേ മറ്റുള്ളവരെ പോലെയൊന്നുമല്ല, എല്ലാ നിലക്കും വ്യത്യസ്തനാണ്. ജനിച്ച് വീണത് തന്നെ സുജൂദിലായിട്ടാണ്. ശലാക്രമം ചെയ്യപ്പെട്ടിട്ടുണ്ട്, സുറുമ എഴുതിയിട്ടുണ്ട്, മുക്കൾക്കുടി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. വേറെയും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. അമിന ബീവി സന്തോഷത്തിൽ ആറാടുകയാണ്. കാരണേ ബാപ്പാൻ അങ്ങനെ തന്നെ മുറിച്ചു വെച്ചിരിക്കുന്നു. മങ്കൂസ മൗലിദിൽ പറഞ്ഞില്ലേ, അബ്ദുള്ള തങ്ങൾക്ക് വല്ലാത്തൊരു പ്രകാശമായിരുന്നത്രേ. അവിടുത്തെ നടത്തത്തിലും ഇരുത്തത്തിലും അവിടുത്തെ മുഖകമലവും എല്ലാം വല്ലാത്ത ഭംഗിയായിരുന്നു. പക്ഷേ അമിന ബീവിയെ കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേന്ന്, അവർ വീട് കൂടിയതിൻ്റെ പിറ്റേന്ന് ആ സൗന്ദര്യത്തിൽ ചില മങ്ങൽ സംഭവിച്ചു. കാരണം എന്താണെന്നറിയോ? അവിടുത്തെ മുതുകിലുണ്ടായിരുന്ന പൊന്നു മുസ്തഫാൻ്റെ നൂറാനിയത്തിനെ ആമിനമ്മയുടെ വയറിലേക്ക് അല്ലാഹു തആല നിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് ആ സൗന്ദര്യം മുഴുവനും ആവാഹിച്ചെടുത്തത് ആമിനമ്മയായിരുന്നു. ആ സൗന്ദര്യ ധാമത്തെയാണ് ഇപ്പോൾ ഇവിടെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നത്. ലോകം വല്ലാത്ത സന്തോഷത്തിലാണ്. ആകാശവും ഭൂമിയും പ്രപഞ്ചമഖിലവും വല്ലാണ്ട സന്തോഷത്തിലാണ്. ആമിനുമ്മ തന്നെ പറയുന്നുണ്ട്, പ്രസവിച്ച് അല്പസമയം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന്. ചെന്ന് നോക്കുമ്പോൾ 3 മലക്കുകൾ അവര് ഒരു വെള്ളിത്താലത്തിൽ കുഞ്ഞിനെ കുളിപ്പിക്കുന്നു. ഒരു മലക്ക് കുഞ്ഞിൻ്റെ മുതുകത്ത് ഖാത്തമുൻ നബുവത്തിൻ്റെ സീല് വെക്കുന്നുണ്ട്. ജിബ്രീൽ എന്ന മാലാഖ കുഞ്ഞിനെ എടുത്തിട്ട് നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട്. എന്തൊരു രസം ഉണ്ടാവൂലേ കാഴ്ച കാണാൻ? കാരണം അഷ്റഫുൽ ഖൽഖ്, ഇനി അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം മുതൽ തന്നെ വഹിയുമായി പറഞ്ഞയച്ചത് 2 ലക്ഷത്തിലേറെ വരുന്ന പ്രവാചകന്മാരുടെ അടുക്കിലേക്കാണ്. അവസാനമായിട്ട് തനിക്ക് വഹി കൊണ്ടുവരേണ്ട, എന്നെപ്പോലും പടക്കാൻ കാരണക്കാരനായ കുഞ്ഞുമോനാണ് തൻ്റെ കൈകളിൽ കിടക്കുന്നത്. കണ്ണിറയെ കണ്ടു, മതിവരോളം ചുംബനം കൊടുത്തു. ആ മതിവരാത്തത് കൊണ്ടായിരിക്കാം, ആ ചുംബനത്തിൻ്റെ ബാക്കിയായിരിക്കാം 40 വയസ്സ് തികഞ്ഞ സമയത്ത് ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടത്രേ, വഹി കൊടുക്കാനായോ എന്ന്. മറ്റൊന്നുമല്ല,
വഹി കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട മുത്തിനെ ഒന്നുകൂടി അണച്ചുകൂട്ടി പിടിക്കണം. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ആ പിടുത്തത്തിന് ഒരു മുറുക്കം കൂടാറില്ലേ? അങ്ങനെയാണ് ഹിറയിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പേടിപ്പിക്കലായിരുന്നില്ല, സന്തോഷാധിക്യം കൊണ്ട് പിടുത്തം കുറച്ച് മുറുകിപ്പോയതാണ് എന്ന്. കൊതി തീരാത്തോണ്ടാ. മുത്തിനെ കണ്ടവരും തൊട്ടവരൊക്കെ അങ്ങനെയാ. ആർക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലെന്നേ. അങ്ങനെയായിരുന്നല്ലോ അവിടുത്തെ ജനനവും ജീവിതമൊക്കെ. പറഞ്ഞു വന്നതേ, ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞാൽ ആ വിശുദ്ധ ജന്മം കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനം നമ്മിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട പ്രവാചകാനുരാഗികളെ, മഗ്‌രിബ് മുതൽ നമ്മൾ നമ്മുടെ ഖൽബ് മദീനയിലേക്ക് തിരിച്ചു വെക്കണം. അച്ചുക്കുബ്ബ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടേ നമ്മുടെ ഖൽബ് നാളത്തെ മഗ്‌രിബ് വരെയെങ്കിലും മറ്റൊന്നിലും പെടാതെ, ജോലിയിലൊന്നും ഏർപ്പെടാതെ മദീനയിൽ തന്നെ ആയിരിക്കണം. കാരണം ഞാനും നിങ്ങളും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യേതര വസ്തുക്കൾ കൂടി ഇന്നത്തെ സന്ധ്യയ്ക്ക് ശേഷം തയ്യാറെടുക്കുന്നുണ്ട് തിരുപ്പിറവിയുടെ ആഘോഷത്തിൽ ആറാടുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മേറെ സ്നേഹിച്ച നേതാവാണ്. ഏറ്റവും സന്തോഷം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പലതും മറന്നു പോകില്ലേ? പക്ഷേ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷമായിരുന്നു പടച്ചോനെ മുത്തുനബിക്ക് കാണാൻ പറ്റി എന്നുള്ളത്. ആ സമയത്തും അള്ളാഹു അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ പോലും എന്നെയും നിങ്ങളെയും മറക്കാത്ത നേതാവ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാ പറഞ്ഞത്. പടച്ചോനെ, നിന്റെ സലാം എനിക്ക് മാത്രം പോരാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് കൂടി വേണമെന്ന്. പടച്ചോനും മുത്തുനബിയും ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നടന്ന സംഭാഷണയെ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നീട് സമ്മാനമായി കൊടുത്ത നിസ്കാരയെ അത് അവസാനിക്കുന്നതിന് മുമ്പ് ആ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ അത്തഹിയാത്തിൽ പറഞ്ഞത്. സന്തോഷത്തിലും സന്താപത്തിലും നമ്മൾ ഓർത്ത നേതാവാണ്. സങ്കടം എപ്പോഴാണെന്നറിയോ? മൗത്തിൻ്റെ വേളയിലെ അസ്രായേൽ ഇങ്ങനെ റൂഹി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത വേദന ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവസാനം പറഞ്ഞത് ഉമ്മത്തി എന്നാണ്. നമ്മൾ ഓർത്തിട്ട് കരഞ്ഞ നേതാവാണ്. നമുക്കും കരയണം. നാളത്തെ സുബഹിക്ക് മുമ്പ് നമ്മൾ ഉണരണം. ആ തിരിപ്പുറവ് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട സമയത്തെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങളെ പോലും നമ്മൾ ഉണർത്തണം. വീട്ടിലെ സഹോദരിമാരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കാനും വീട്ടിൽ മൗലൂദ് ഓതാനും പറയണം. ആണുങ്ങളൊക്കെ പള്ളിയിലെത്തണം. ഏറ്റവും നല്ല വസ്ത്രം എടുക്കണം. പുതിയതുണ്ടെങ്കിൽ അതാണ് നല്ലത്. കുളിച്ച് അത്തർ പൂശി നല്ല വൃത്തിയായിട്ട് എൻ്റെ ഹബീബിൻ്റെ തിരുപ്പിറവിയിൽ ആനന്ദിക്കുന്നു എന്നുള്ള നിയത്തിലെ സന്തോഷത്തോടെ പള്ളിയിലേക്ക് നടക്കുക. എന്നിട്ട് സുബ്ഹ് വാങ്കി വിളിക്കുന്നത് വരെ നമ്മൾ മദീനയിൽ തന്നെ ആയിരിക്കുക. കണ്ണും കൽബും മദീനയിലേക്ക് തിരിച്ചു വെച്ചാൽ ആ നേതാവ് നമ്മളെ സ്വീകരിക്കാതിരിക്കില്ല. സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.